അടുത്തത് കെ ആർ റേസ് ടു എൻ, എഫ് ഓഫ് എൻ ഈക്വൽ ടു കെ ആർ റേസ് ടു എൻ എന്നുള്ള ഫോമിൽ വരാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് കണ്ടത്. ഇനി നമ്മൾ സ്റ്റേബിൾ ഇപ്പൊ കണ്ടില്ലായിരുന്ന, അതായത് ഈ കെ ആർ റേസ് ടു എന്നിന് പകരം വേറെ എന്തെങ്കിലും ആണ് ഇവിടെ പറഞ്ഞെങ്കിൽ എങ്ങനെയായിരിക്കും എടുക്കാൻ പോകണമെന്ന് നോക്കാം. ഓക്കെ, സോ സോൾവ് എ എൻ പ്ലസ് 1 മൈനസ് എ എൻ ഈക്വൽ ടു എൻ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വലൻസ് റിലേഷൻ. ഇത്രയും നേരം ഇവിടെ എന്തായിരുന്നു, കെ ആർ റേസ് ടു എൻ എന്നുള്ള ഫോർമാറ്റിലുള്ള എന്തെങ്കിലും ഒരു ടേം ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ ഒരു വെറും എൻ മാത്രമാണ് ബാക്കി. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നെങ്കിൽ സോൾവ് ചെയ്യാം. ഇതിപ്പോ ഇത്തിരി കുറച്ച് ലെങ്തി ആണ്. സോ ഫസ്റ്റ് എ എൻ പ്ലസ് 1 മൈനസ് എ എൻ ഈക്വൽ ടു എൻ എന്ന് എടുത്തു. നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഹോമോജീനിയസ് പാർട്ട് നമ്മൾ സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ നോൺ ഹോമോജീനിയസ് പാർട്ടും കൂടെ ആഡ് ചെയ്ത് പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ദാറ്റ് ഇസ് ഫസ്റ്റ് ഹോമോജീനിയസ് സൊല്യൂഷൻ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞ് പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അപ്പൊ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെ എന്താണ്, എ എൻ പ്ലസ് 1 മൈനസ് എ എൻ ഈക്വൽ ടു എൻ ആണ്. അത് ദാറ്റ് ഇസ് എ എൻ പ്ലസ് 1 മൈനസ് എ എൻ ഈക്വൽ ടു 0 എന്ന് നമ്മൾ എടുത്തു. ഡിയുടെ വാല്യൂ എങ്ങനെയാണ്, അതായത് എ എൻ പ്ലസ് 1 ഈക്വൽ ടു ഡി ഇൻറ്റു എ എൻ എന്നുള്ള ഒരു ഫോർമാറ്റിലല്ലേ ഇരിക്കണത്. അതായത് നമ്മൾ ഇന്നലെ കണ്ട സംഭവം. അതായത് ഹോമോജീനിയസ് പാർട്ട് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ്. ഇത് സെക്കൻഡ് ഓർഡർ അല്ല, ഇത് ഫസ്റ്റ് ഓർഡർ ആണ്. സോ എ എൻ പ്ലസ് 1 ഈക്വൽ ടു എ എൻ ആണ്, ഡി ഈക്വൽ ടു 1, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഹോമോജീനിയസ് പാർട്ടിന്റെ സൊല്യൂഷൻ എന്താണ്, എ എൻ ഈക്വൽ ടു എ ഡി റേസ് ടു എൻ. ഡി ഇവിടെ എന്താണ്, 1 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എ 1 റേസ് ടു എൻ. ഇനി അടുത്തത് ഇതിന്റെ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇത്രയും നമ്മൾ കെ റേസ് ആർ റേസ് ടു എൻ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കി. ഇപ്പൊ ഇവിടെ എൻ ആണ്. ഓക്കെ, അപ്പൊ അത് അതിൻ്റെതായ ചേഞ്ച് ഉണ്ട്. ദാറ്റ് ഇസ് എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു 1 റേസ് ടു എൻ. അങ്ങനെയാണെങ്കിൽ എൻ റേസ് ടു പി ഈ ടേബിളിൽ നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ഒരു ടേബിൾ കണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ടേബിൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എൻ ആണെങ്കിൽ എ എൻ റേസ് ടു പിയുടെ ഫോർമാറ്റ് എന്തായിരിക്കും, എ 1 എൻ പ്ലസ് എ നോട്ട്. ഇത് ഓർത്ത് വെക്കണം. എൻ സ്ക്വയർ ആണെങ്കിൽ ഇത്, എൻ റേസ് ടു ടി ആണെങ്കിൽ ഇത്, ഇങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ എൻ ആണ് നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ളത്. സോ എ 1 എൻ പ്ലസ് എ നോട്ട് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, എൻ ആണ്. എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എന്താണ് യൂസ് ചെയ്യണത്, എ 1 എൻ പ്ലസ് എ നോട്ട്. if r raised to n is not a part of the homogeneous solution, അതായത് r നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ്, r നോട്ട് ഈക്വൽ ടു ഡി ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ കൂടെ ഓർത്തോണം. സോ സൊല്യൂഷൻ ഇനിയിപ്പോ അത് കണ്ടുപിടിക്കാം, എ റേസ് ടു എൻ പാർട്ട് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് ഈ എ എൻ റേസ് ടു പിയുടെ മൾട്ടിപ്ലൈ ബൈ എൻ, നമ്മളൊരു ഈ ഒരു എണ്ണത്തിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഒരു എൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ എന്തായി, എ 1 എൻ സ്ക്വയർ പ്ലസ് എ നോട്ട് എൻ എന്ന് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ 1, അതായത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, അതായത് നമ്മൾ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ അതിലേക്ക് നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് എ എൻ പ്ലസ് 1 മൈനസ് എ എൻ ഈക്വൽ ടു എൻ. എ എൻ പ്ലസ് 1 വരുമ്പോൾ ആ എൻ മാറി എൻ പ്ലസ് 1 വരും, അത്രയേ ഉള്ളൂ ചേഞ്ച്. സോ ദാറ്റ് ഇസ് എ എൻ പ്ലസ് 1 മൈനസ് എ എന്നിലേക്ക് ഈ ഒരു സാധനത്തിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ എന്ത് വരും, എ 1 എൻ പ്ലസ് 1 സ്ക്വയർ പ്ലസ് എ നോട്ട് എൻ പ്ലസ് 1 എന്ന് വരും. ഓക്കെ, അത് ഈ ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ കാര്യം വരും. ഓക്കെ, എ എൻ എന്താണ്, എ 1 എൻ സ്ക്വയർ പ്ലസ് എ നോട്ട് എൻ. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിച്ച് ഈസ് ഈക്വൽ ടു എൻ. ഇനി ഇതിനെ നമ്മൾ നേരത്തെ പോലെ എക്സ്പാൻഡ് ചെയ്യുക, എല്ലാം ചെയ്ത് കുറെ ടേംസ് ഒക്കെ അവിടെ ക്യാൻസൽ ആവും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കുറെ ടേംസ് ആണ്. ഇവിടെ എ നോട്ട് എന്നും ക്യാൻസൽ ആവും. എ 1 എൻ സ്ക്വയർ എ 1 എൻ സ്ക്വയർ ക്യാൻസൽ ആവും. അങ്ങനെ നമുക്ക് കുറച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് ആണല്ലോ. അതിൽ നിന്ന് 2a1 n പ്ലസ് a1 പ്ലസ് a നോട്ട് ഈക്വൽ ടു n എന്ന് കിട്ടി. ഓക്കെ, ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ കോഎഫിഷ്യൻസിന് ഇക്വേറ്റ് ചെയ്യും. അതായത് ഇപ്പം നമുക്ക് സപ്പോസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് 3 ഈക്വൽ ടു സം എക്സ് സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1 ആണെന്ന് വെച്ചോ. ഓക്കെ, 2x പ്ലസ് 1 ആണെന്ന് വെച്ചോ. ഇതിന്റെ ഇക്വേഷൻ, ഇതിന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാൻ പറയുമ്പോ എന്താ പറ്റും, എ ഈക്വൽ ടു 1, അതായത് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യൻസ് രണ്ട് സൈഡ് നോക്കും, അത് രണ്ടിനെ ഇങ്ങനെ എഴുതും. ഓക്കെ, ബി എക്സ് ഈക്വൽ ടു 2x ആണ്, അപ്പം ബി ഈക്വൽ ടു 2, 3 അങ്ങനെ വരും. ഓക്കെ, സി ഈക്വൽ ടു 1, അതിനാണ് ഈ ഉദ്ദേശിക്കുന്നത്.
ഇക്വേറ്റിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് n ഓൺ ബോത്ത് സൈഡ്. ഇവിടെ n മാത്രമേ ഉള്ളൂ. ഇവിടെ എന്താണ് n-ന്റെ കൂടെയുള്ള കോഎഫിഷ്യന്റ് ഏതാണ്? 2a1. അതിൽ നിന്ന് a1 ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. ഇനി അടുത്തത് കോൺസ്റ്റന്റ് ടേം നോക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. ഇവിടെ ഇപ്പൊ എന്താണ്? 0 ആണ്, +0. n+0 എന്നുള്ള മീനിങ്. അപ്പൊ a1 + a0 എന്തായിരിക്കും? 0 ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. സോ a1 + a0 ഈക്വൽ ടു 0. അതിൽ നിന്ന് എന്ത് കിട്ടും? a0 ഈക്വൽ ടു -a1. അപ്പൊ a1 നമുക്ക് ഓൾറെഡി കിട്ടി 1/2 എന്ന്. a0 എന്ന് എന്തായിരിക്കും? -1/2. ഇനി കിട്ടിയ വാല്യൂസ് an⁻p നമ്മൾ an⁻p എന്തായിരുന്നു? a1n² + a0n ആണ് നമുക്ക് കിട്ടി. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ദ ജനറൽ സൊല്യൂഷൻ ഇസ് a × 1n + 1/2. അതായത് an⁻p പാർട്ടാണ് ഈ കാണുന്നത്, ഈ പാർട്ട്. ഇത് നമ്മളെ an⁻h പാർട്ട്. ഓക്കെ. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ a2 = 1 തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇത് n = 2 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ an = 1/2 × n² - n എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് എല്ലാം കൂടെ വരുമ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടും. a = 0 ആവും ഈ ക്വസ്റ്റ്യനിൽ. അത് നമ്മൾ ഇത്രയും നേരം കൊണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ ഫോർമാറ്റിൽ തന്നെ വന്നത്. ആകെ ഒരു ചേഞ്ച് വരുന്നത് an⁻p, അതായത് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് ആ പർട്ടിക്കുലർ സൊല്യൂഷന്റെ ഒരു ചെറിയ പാർട്ടിൽ മാത്രമാണ് ഒരു ചേഞ്ച് വരുന്നത്. ആ പർട്ടിക്കുലർ സൊല്യൂഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് f of n. f of n എന്താണെന്ന് അനുസരിച്ചിരിക്കും ആ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ഓർഡർ ലീനിയറിലാണെങ്കിൽ അങ്ങനെ, സെക്കൻഡ് ഓർഡർ ലീനിയറിൽ വരുമ്പോൾ നമ്മൾ അതായത് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു R1 R2 ഒക്കെ കിട്ടൂലേ, ആ R1 R2 ഡിപ്പെൻഡ് ചെയ്താണല്ലോ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ ഇരിക്കണം. അതേപോലെ തന്നെ പർട്ടിക്കുലർ സൊല്യൂഷനിലും ആ ഒരു ഡിപ്പെൻഡൻസ് വരും. അത്രയേ ഉള്ളൂ, അതിൽ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇനി ഇതേപോലെ തന്നെ സോൾവ് ദ റെക്കറൻസ് സൊല്യൂഷൻ. ഇവിടെ എന്താണ്? ഒരു വലിയൊരു ഇക്വേഷൻ പോലെ ആയില്ലേ ഇവിടെ f of n എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് 3n² - 2n + 1. ഈ ഒരു ഫോമിലായിരിക്കും. ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇത്രയും നേരം കണ്ട പോലെ തന്നെ. അതായത് ഇവിടെ എന്താണ്? ഇത് സെക്കൻഡ് ഓർഡർ അല്ലേ? ഇത്രയും നേരം കണ്ട നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ഓർഡർ. അത് ആദ്യം നമ്മൾ തിരിച്ചറിയാൻ പഠിക്കണം. ഫസ്റ്റ് ഓർഡർ ആണോ അത് സെക്കൻഡ് ഓർഡർ ആണോ? എന്നാലും നമുക്ക് അതിനനുസരിച്ചിരിക്കും സൊല്യൂഷൻ. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട, 2 ടേംസേ കാണുള്ളൂ, കൂടാതെ ഒരു f of n കൂടെ കാണും. സെക്കൻഡ് ഓർഡർ വരുമ്പോഴാണ് ഇത് 3 ടേംസ് ആയി മാറുന്നത്. അത് ഓർത്താൽ മതി. ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ എങ്ങനെ സോൾവ് ചെയ്യും? നമുക്ക് ആ an+1 അല്ലെങ്കിൽ an-2 എന്താണോ തന്നിരിക്കുന്നത് അതിലേക്ക് CR⁻n, an = CR⁻n എന്നുള്ള ഒരു സാധനത്തിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പൊ an = CR⁻n ആണ്. an-1 ആകുമ്പോൾ എന്ത് പറ്റും? CR⁻n-1. an-2 ആകുമ്പോൾ എന്ത് പറ്റും? CR⁻n-2. എഴുതിയിരിക്കുന്നത്. ഇതിനെ എടുത്ത് നമ്മൾ ഇതിലേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. ഇനി ഇന്നലെ കണ്ട പോലെ തന്നെ ഇതിനെ എടുത്ത് കോമൺ വെളിയിലെടുത്തു, സോൾവ് ചെയ്തു. R1 ഉം R2 ഉം കിട്ടി. R1 R2 എന്തായിരുന്നു? -3 -2. R1 R2 ഈക്വൽ ആണെങ്കിൽ ഒരു ടൈപ്പ് സൊല്യൂഷൻ നമ്മൾ കണ്ടു. R1 R2 ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ഈ ഒരു ഫോർമാറ്റ് കണ്ടു. R1 R2 കോംപ്ലക്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഒരു ഫോർമാറ്റ് കണ്ടു. ഓക്കെ. ഇവിടെ R1 R2 ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ, അതിലൊരു ചേഞ്ചും ഇല്ല. ഇനി നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്ക് ആ ഇക്വേഷന്റെ എന്തായിരുന്നു? an = an⁻h + an⁻p. ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഈ ഹോമോജീനിയസ് പാർട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് an⁻p നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് 3n² - 2n + 1 എന്നാണ്. നമ്മളുടെ ടേബിളില് n² ആണ് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും? a2n² + a1n + a0 വരും. n ആണെങ്കിൽ a1n + a0 വരും. നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? ശരിക്കും നമുക്ക് ഈ ഒരു സാധനത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ? ഡിവൈഡ് ചെയ്യാം. ഇവിടെ എങ്ങനെ ആയിരിക്കും? 3n²
ഈ എൻ സ്ക്വയർ കിടപ്പുണ്ട്. ഇവിടെ -2 ആണ്, ഇവിടെ 2n ആണ്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് 1 ആണ്. ഓക്കെ, അപ്പം ആ ടേബിളിൽ നിന്ന് എന്താണ് എൻ സ്ക്വയർ ആണെങ്കിൽ സംതിങ് a2n സ്ക്വയർ പ്ലസ് a1n പ്ലസ് എ നോട്ട്, ഈ ഒരു ഫോമിലായിരിക്കും വരണമെന്ന് നമ്മൾ കണ്ടു. അതായത് an⁻p പറഞ്ഞത് ഇതായിരിക്കും. അപ്പൊ അതിനെ എടുത്ത് എഴുതി. -2n ഉണ്ട്, അവിടെ ആ n പറഞ്ഞ എന്തായിരിക്കും a3n പ്ലസ് a4 എന്ന് വരും. പിന്നെ ഒരു 1 ആണ്, ദാറ്റ് ഇസ് a5 എന്ന് പറയും. ഓക്കെ, അതായത് ഇതിപ്പോ ഒരു ഇക്വേഷൻ ഫോമിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് അതിനനുസരിച്ച് ആ n സ്ക്വയർ n 1 അതൊക്കെ വന്നു, അത്രേ ഉള്ളൂ. ഇനി അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് സോൾവ് ചെയ്യും. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, പക്ഷെ കുറച്ച് എക്സ്പാൻഡഡ് ഫോമിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് an⁻p എന്ന് പറയുന്നത് ഇതാണെന്ന് കിട്ടി. ഇനി ഇതിനെ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. an എന്ന് പറയുന്നത് ഇതാണ്, n-1 വരുമ്പോ എന്തായിരിക്കും ഇവിടെ an-1 സ്ക്വയർ പ്ലസ് a1n-1 പ്ലസ് a നോട്ട് മൈനസ് a3n-1 മൈനസ് a4 പ്ലസ് a5. നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, ആ ടേബിളിൽ എല്ലാം തന്നിരിക്കുന്നത് a1 a2 a3 അങ്ങനെയൊക്കെ അത്ര വരെ ടേംസ് തന്നിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ n സ്ക്വയർ ആണ് ഫസ്റ്റ് ടേം എന്ന് ഓൾറെഡി കണ്ടു അല്ലെ. n സ്ക്വയറിന് ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് n ടേം ആണ് കിടക്കുന്നത്. എന്നിന് നമുക്ക് a1 a2 എന്നൊന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ അടുത്ത ഇവിടെ a2 a1 a നോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം എന്തായിരിക്കും a3 a4, അതുകൊണ്ടാണ് a3 a4 പറഞ്ഞത്. ഓക്കെ, ഇവിടെ 1 അതിന് പകരം a5 എന്ന് വന്നു. അതെയാണ്, അത് ഓർക്കണം. അതായത് നമുക്ക് ഫസ്റ്റ് ഒരു ടേംസ് എടുക്കുമ്പോൾ കുറെ എകള് നമ്മളിങ്ങനെ എടുക്കും, അടുത്ത ടേം എടുക്കുമ്പോൾ a3 a4 ആവും. ഇനിയിപ്പം a-ന്റെ സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. an പ്ലസ് വരുമ്പോ ഈ an-1 ആണ്. സോ n-1 ഈ എന്നുകളുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആയിട്ട് പിന്നെ അടുത്തത് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. അതായത് ഈ ഇക്വേഷനിലേക്ക് ഇതിനെ എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിനെ മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുക, ഇത് എന്നിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസിനെ മാക്സിമം ക്യാൻസൽ ചെയ്യും. ഓക്കെ, ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ മുഴുവൻ എക്സ്പാൻഡ് ചെയ്ത് എല്ലാ കിട്ടുന്ന ടേംസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഈ എണ്ണത്തിലേക്ക് വരും. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കണ്ടു, അതായത് ഇതിന്റെ ഇക്വേറ്റ്, അതായത് എൻ സ്ക്വയറിന്റെ ടേംസ് ഇപ്പുറത്തെ സൈഡിൽ എൻ സ്ക്വയർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യും, എന്നിന്റെ ടേംസിനെ ഇപ്പുറത്തെ എന്നും ആയിട്ട് ഇക്വേറ്റ് ചെയ്യും, 1നെ 1 ഇതായിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ആണ്. ഓക്കെ, എൻ സ്ക്വയറിന്റെ ടേം എന്ന് പറയുന്നത് 12a2 n സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ 12a2 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ദാറ്റ് ഇസ് n സ്ക്വയർ ടേംസിനെ ഇക്വേറ്റ് ചെയ്ത് 12a2 ഈക്വൽ ടു 3, ദാറ്റ് ഇസ് a2 ഈക്വൽ ടു 1/4 സോൾവ് ചെയ്യുമ്പോൾ. ഇനി അടുത്തത് എന്നിന്റെ ടേം എന്തായിരുന്നു, 12a1 മൈനസ് 34a2 മൈനസ് 12a3 ആണ് എന്നിന്റെ ടേം എന്ന് പറയുന്നത്. അതിനെ എടുത്ത് ഇക്വേറ്റ് ചെയ്തു. ഇവിടെ എന്നിന്റെ കൂടെ എന്താണുള്ളത്, -2 ആണ്. ആ -2നെ എടുത്ത് എഴുതി. a2 നമുക്ക് ഓൾറെഡി 1/4 കിട്ടി. ആ a2 1/4 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറച്ച് ക്യാൻസലേഷൻ ഒക്കെ നടത്തുമ്പോൾ 12 ഇൻറ്റു a1 മൈനസ് a3 ഈക്വൽ ടു 26/4 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ a1 മൈനസ് a3 ഈക്വൽ ടു 13/4 എന്ന് കിട്ടും. ഇനി നമ്മൾ a1 a3 എന്ന് സോൾവ് ചെയ്യാൻ നിൽക്കുന്നില്ല, ഇതിനെ അങ്ങനെ അങ്ങ് വെച്ച് നിർത്തി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ടാണ് അങ്ങനെ വെച്ച് നിർത്തിയത്. അപ്പൊ നമുക്ക് അവിടെ വെച്ചങ്ങ് നിർത്താം. ഇനി അടുത്തത് കോൺസ്റ്റന്റ് ടേമിനെ ഇക്വേറ്റ് ചെയ്തു. നമ്മളിപ്പോ n സ്ക്വയറിനെ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തു, എന്നിനെ ഇക്വേറ്റ് ചെയ്തു. ഇനി അടുത്ത എന്താണ് ബാക്കിയുള്ളത്, ഇവിടെ കോൺസ്റ്റന്റ് ടേം ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ടേമിന് ഈ ഒരു വലിയ സംഖ്യ അല്ലേ, ഇത് ഈക്വൽ ടു 1 എന്ന് നമ്മൾ ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഈക്വൽ ടു 1. ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു ഫോർമുല ആയിരിക്കും. 12a0 മൈനസ് 17 ഇൻറ്റു a1 മൈനസ് a3 പ്ലസ് 29a2 മൈനസ് 12a4 പ്ലസ് 12a5 ഈക്വൽ ടു 1. a1 മൈനസ് a3 എന്താ കിട്ടിയത്, നമുക്ക് 13/4 എന്ന് കിട്ടി. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓൾറെഡി a2 നമുക്ക് കിട്ടി. ഓക്കെ, 1/4 നമുക്ക് a2 കിട്ടി, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസിന് എല്ലാത്തിനെയും കൂടെ ഇവിടെ കൊണ്ടങ്ങ് ഇട്ടു, ഇപ്പുറത്ത് കൊണ്ടങ്ങ് വെച്ചു. ഈ 12 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ a0 a4 a5 വരും. ദാറ്റ് ഇസ് 12 ഇൻറ്റു a0 മൈനസ് a4 പ്ലസ് a5 ഈക്വൽ ടു 1 പ്ലസ് 17 ഇൻറ്റു 13/24 മൈനസ് 29/4 നമുക്ക് കിട്ടും. ഇതിനെ നമുക്ക് ജസ്റ്റ് നമ്മൾ നോർമൽ ആയിട്ട് സോൾവ് ചെയ്യുമ്പോൾ a0 മൈനസ് a4 പ്ലസ് a5 ഈക്വൽ ടു 71/288 എന്ന് കിട്ടി.
അത് നമുക്ക് ഇപ്പൊ കുറച്ച് വാല്യൂസ് ഒക്കെ കിട്ടി. ഇനി an റേസ് ടു p എന്താണ് നമുക്ക് കിട്ടിയത്? എ സ്ക്വയർ എൻ സ്ക്വയർ പ്ലസ് a1n പ്ലസ് a0 മൈനസ് a3n മൈനസ് a4 പ്ലസ് a5. അതായത് നമുക്ക് നേരത്തെ കിട്ടിയ an റേസ് ടു p. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോയത്. അതായത് ഈ സാധനം ഇതാണ് an റേസ് ടു p എന്നുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇതിലെ a1 a2 a3 a4 a5ന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്തു. ഇത് a2 n സ്ക്വയറിനെ എടുത്ത് ഇവിടെ വെച്ചു. a1 മൈനസ് a3 രണ്ടിനും ഇത് വന്നിരിക്കുന്ന n ആണ്. അപ്പൊ എന്നിനെ കോമൺ എടുത്തിട്ട് a1 മൈനസ് a3 ഉണ്ട്. a0 മൈനസ് a4 പ്ലസ് a5നെ എടുത്തു വെച്ചു. ഇതിന്റെ ഒക്കെ വാല്യൂ കിട്ടിയില്ലേ? ഇതിന്റെ എന്താണ്? 71/288. a1 മൈനസ് a3 നമുക്ക് കിട്ടി 13/24 നമുക്ക് കിട്ടി. a2 എന്ന് പറയുമ്പോൾ 1/4. അങ്ങനെ പെർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഇനി ഇതിനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ കണ്ട പോലെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് ജനറൽ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നിട്ടില്ല, അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഒന്നും തന്നിട്ടില്ല, ഒരു ബൗണ്ടറി സൊല്യൂഷൻ തന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതിനങ്ങ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം. T1 C2 നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങ് നിർത്താം. അപ്പം നമുക്ക് ഇതായത് നമ്മളുടെ 4th മോഡ്യൂള് ഇതോടുകൂടി തീർന്നു. ഇന്നിപ്പോ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ വായിച്ചിട്ട് ചോദിച്ചാലും മതി ഡൗട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ ഇടുക, എന്തായാലും ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ അടുത്ത മോഡ്യൂൾ തുടങ്ങാം.